നമസ്കാരം. ഭഗവാൻ സ്വന്തം അമ്മയായി കണ്ട കുറൂരമ്മയുടെ കഥയുടെ 2ാം ഭാഗമാണ് ഞാനിന്ന് പറയുന്നത്. കഴിഞ്ഞ ഭാഗത്തിൽ കുറൂരമ്മയുടെ ഭവനത്തിലേക്ക് ഭഗവാൻ എത്തിയതുവരെയായിരുന്നു ഞാൻ പറഞ്ഞത്. ഒരുപാട് ദുഃഖങ്ങളും വേദനകളും എല്ലാവരും ഒറ്റക്കാക്കി പോയ കുറൂരമ്മയുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം എന്ന പോലെ ഭഗവാൻ എത്തുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞിരുന്നു, ലക്ഷ്മി മരിച്ചുപോയി, മാധവൻ വലിയ കുട്ടിയായി കല്യാണം കഴിഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറൂരമ്മ തികച്ചും ഒറ്റയ്ക്കായി. അങ്ങനെ അന്ന് മാധവൻ ചന്തയിൽ പോകുമ്പോഴാണ് ഈ ഒരു കുട്ടിയെ കിട്ടുന്നത്. ആ കുട്ടിയെ എന്നിട്ട് കുറൂരമ്മക്ക് വന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ആ കുട്ടി സഹായി എന്ന നിലയിലാണ് കുറൂരമ്മയുടെ അടുത്ത് നിൽക്കുന്നതെങ്കിലും അത് ശരിക്കും സാക്ഷാൽ ഭഗവാൻ തന്നെയായിരുന്നു. അതൊരിക്കൽ പോലും കുറൂരമ്മ തിരിച്ചറിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ബാക്കി കഥ തുടരാം. അങ്ങനെ ഭഗവാനായ കുട്ടിയും കുറൂരമ്മയും കൂടിയിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. കുറൂരമ്മ നല്ല വയസ്സായിട്ടോ. അപ്പോൾ കുട്ടിയാണ് കുറൂരമ്മയ്ക്ക് വേണ്ട ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. പൂജയ്ക്ക് ആവശ്യമുള്ള പൂക്കൾ പറിച്ചു കൊടുക്കുന്നത്, അതുപോലെ തന്നെ ചന്തയിൽ നിന്ന് കുറൂരമ്മ വീടിൻ്റെ പുറത്തിറങ്ങില്ല, അപ്പോൾ ചന്തയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കുറൂരമ്മ നടക്കാനൊന്നും അധികം വയ്യ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ കുട്ടിയാണ്. അപ്പോൾ കുറൂരമ്മയാണെങ്കിൽ ഈ കുട്ടിയെ കാണുന്നത്, കുറൂരമ്മക്ക് മക്കളില്ല, അപ്പോൾ ഏത് കുട്ടിയെ കണ്ടാലും സ്വന്തം മക്കളെപ്പോലെയാണ് കുറൂരമ്മ കാണുക. ഈ കുട്ടിയെ സ്വന്തം മകനെ പോലെ കാണുകയാണ്. അതുപോലെ തന്നെ ഭഗവാനാണെങ്കിലോ സ്വന്തം അമ്മയെ പോലെ അതായത് കുറൂരമ്മയെ യശോദമ്മയുടെ ഒരു ജന്മം എന്നൊക്കെയാണ് പറയുക. അതായത് യശോദമ്മയെ പോലെ തന്നെയാണല്ലോ ശരിക്കും കുറൂരമ്മ. ഭഗവാന്റെ ആ ലീലകളും അതൊക്കെ ആസ്വദിക്കാൻ കുറൂരമ്മക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറൂരമ്മയെ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഇങ്ങനെ ശല്യപ്പെടുത്തും, അതായത് ഓരോ കുറുമ്പൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ കുറൂരമ്മയാണെങ്കിൽ അതൊക്കെ കുറേയൊക്കെ സാധാരണ ഒരു അമ്മയെ പോലെയാണ് കേട്ടോ പെരുമാറുക. കുറേയൊക്കെ ഇങ്ങനെ അത് ആസ്വദിക്കും, കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികമായി കഴിഞ്ഞാൽ ചീത്തയൊക്കെ പറയും. പക്ഷേ ഭഗവാൻ അതും ആസ്വദിക്കുകയായിരുന്നു. യശോദാമ്മയുടെ നേരെ ഇങ്ങനെ ഓരോ ലീലകൾ കാണിച്ച് ആ ചീത്ത വാങ്ങിച്ചു കൂട്ടുന്നത് പോലെ തന്നെ കുറൂരമ്മയുടെ നേരെയും ഓരോ കുറുമ്പുകളൊക്കെ കാണിക്കും. എന്നിട്ട് അതിൽ നിന്ന് കുറേ ചീത്തൊക്കെ കേൾക്കും. അതൊക്കെ ഇങ്ങനെ അവരങ്ങനെ പരസ്പരം ആസ്വദിച്ച് ജീവിക്കുകയാണ്. പക്ഷേ ഒരിക്കൽ പോലും തൻ്റെ മുന്നിൽ ഈ ലീലകളും തൻ്റെ ചീത്തൊക്കെ വാങ്ങിക്കുന്നത് ഭഗവാനാണെന്ന് കുറൂരമ്മ ഒരിക്കലും അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു കുറേ ലീലകൾ ആടിയിട്ടുണ്ട്. ഒരു ലീലയാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു ദിവസം കുറൂരമ്മ ഭഗവാൻ എന്നും പൂജിക്കിട്ട് ഒരിക്കൽ പോലും കുറൂരമ്മ മുടക്കിയിട്ടില്ല. അങ്ങനെ ഭഗവാനെ പൂജിക്കാൻ വേണ്ടിയിട്ട് അവിലുണ്ടാക്കുകയായിരുന്നു. അങ്ങനെ അവിലുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ണി അവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഉണ്ണി ഇങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കില്ല കേട്ടോ, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ണി ഇങ്ങനെ ഇത് കണ്ടിട്ട് എന്താ ഉണ്ടാക്കണേന്ന് ചോദിക്കും. അപ്പോൾ അവിലാന്ന് പറയും. അപ്പോൾ ഇത് എനിക്ക് തരുമെന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇല്ല, ഇത് ഭഗവാന് നിവേദിക്കാനുള്ളതാണ്, അതിന് കഴിഞ്ഞാൽ ഞാൻ ഉണ്ണിക്ക് തരാമെന്ന് പറയും. അപ്പോൾ ഉണ്ണി പറയും എനിക്ക് വേണ്ട, ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കിയൊന്നും ഞാൻ കഴിക്കില്ല എന്ന് പറയും. അപ്പോൾ കുറൂരമ്മക്ക് ചിരി വരും, കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് ബാക്കി കഴിക്കാനാണ്. ഈ ഉണ്ണി എന്താ ഇങ്ങനെ പറയണേന്ന് ആലോചിക്കും. കുറൂരമ്മ തരില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കും. അപ്പോൾ ഉണ്ണി വീണ്ടും ചോദിക്കും എനിക്ക് വേണം എന്ന് പറയും. അപ്പോൾ കുറൂരമ്മക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം മനസ്സിലങ്ങനെ വിചാരിച്ചുണ്ടാക്കിയതല്ലേ, ഇനി എങ്ങനെയാണ് ഉണ്ണിക്ക് കൊടുക്കുക എന്ന് ആലോചിക്കും. ഇത് കുറൂരമ്മ ശ്രദ്ധിക്കാണ്ട് നിൽക്കും. പുണ്യാണെങ്കിൽ പിണങ്ങി എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും. എന്നിട്ട് പോലും സാധാരണ കുറൂരമ്മ ഇങ്ങനെ പിണങ്ങിക്കഴിഞ്ഞാൽ അടുത്തേക്ക് വരാറുണ്ട്, എന്നിട്ടും കുറൂരമ്മ വരണില്ല. അപ്പോൾ ഉണ്ണിക്ക് നല്ല ദേഷ്യമാവും. ഉണ്ണി എന്ത് ചെയ്യും, അടുത്ത് നിന്ന് കുറച്ച് ഉമ്മി എടുത്തിട്ട് അങ്ങോട്ട് ആ അവിലിൻ്റെ പാത്രത്തേക്ക് അങ്ങോട്ട് എറിയും. കുറൂരമ്മക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യമായി. കാരണം കുറൂരമ്മ അത്രയും സ്നേഹത്തിലും വാത്സല്യത്തിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവിലാണ് ഇപ്പോൾ നശിച്ചു പോയത്. അപ്പോൾ കുറൂരമ്മ ദേഷ്യത്തിൽ വന്നിട്ട് പെട്ടെന്നുള്ള ആ ഒരു ചിന്തയിൽ വന്നാട്ടോ ഒരു കുടത്തിലെടുത്തിട്ട് ഉണ്ണീനെ അതിൻ്റെ ഉള്ളിൽ ഇറക്കിയിട്ടിട്ട് അതിങ്ങനെ മൂടും. അപ്പോൾ കുറൂരമ്മ അപ്പോഴത്തെ ദേഷ്യത്തിന് അതൊക്കെ ചെയ്തിട്ട് പോയെങ്കിൽ പോലും കുറൂരമ്മക്ക് ഉണ്ണിയോടുള്ള സ്നേഹം സ്വന്തം മകനെ പോലെയാണല്ലോ. കുറൂരമ്മക്ക് ചെറുതായിട്ട് ടെൻഷനൊക്കെ ആവുന്നുണ്ട്, ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റുമോ. അപ്പോൾ കുറൂരമ്മ അങ്ങനെ നോക്കും. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ണിക്ക് ശ്വാസം കിട്ടുന്നുണ്ടോ അതൊക്കെ എടുത്തൊന്ന് ഇടയ്ക്ക് നോക്കും. അപ്പോൾ ഉണ്ണി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ
കുറൂരമ്മ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ പോലും കുറൂരമ്മയ്ക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. ഓ ഞാൻ എന്ത് പാപിയാണ്, ഞാൻ എന്താണ് ഒരു ചെറിയ കുട്ടിയോട് പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അങ്ങനെയുള്ള ചിന്തക്ക് ഇങ്ങനെ ആ ഭഗവാനോട് പ്രാർത്ഥിക്കുക, അതിലൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കുറൂരമ്മക്ക്. അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എണീറ്റ് വന്നിട്ട് ആ കുടം തുറക്കുകയാണ്. കുടം തുറക്കുമ്പോണ്ട് നമ്മുടെ ഭഗവാൻ അതിലൊരു കുഞ്ഞേ കുട്ടിയാണല്ലോ, അതിലിങ്ങനെ അടങ്ങിയിരിക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല. സാധാരണ എപ്പോഴും കുറുമ്പ് കാണിച്ചിട്ട് പാകത്തിരിക്കില്ല, പക്ഷേ ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. ആ കുടം തുറക്കാനൊന്നും ഭഗവാൻ നോക്കിയിരുന്നില്ല. കുറൂരമ്മക്ക് ചെറുതായിട്ട് കരച്ചിൽ വരും, ശരിക്കും കരച്ചിൽ വരും. കാരണം ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തു, ഒരു കുട്ടിയെ ഇങ്ങനെ അടക്കാൻ പാടുമോ? എന്നിട്ട് വന്ന് കെട്ടിപ്പിടിക്കും. അപ്പോൾ കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോൾ അതാ ദേഹത്താകെ കരി പുരണ്ടിരിക്കുകയാണ് ഭഗവാന്റെ. അപ്പോൾ എന്നാലും കുറൂരമ്മ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഉണ്ണിയെ അത്രയും ഇഷ്ടമാണ് കുറൂരമ്മയ്ക്ക്. അങ്ങനെ ഇതുമായി തുടർച്ചയുള്ള മറ്റൊരു കഥയായിട്ട് ഞാൻ പറയുന്നത് വില്ലുമംഗലത്തിൻ്റെയുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. അതായത് വില്ലുമംഗലം ഭഗവാന്റെ പരമഭക്തനാണല്ലേ. പക്ഷേ വില്ലുമംഗലത്തിനൊരു കുറച്ച് കാലയളവിൽ താൻ വലിയൊരാളാണ്, ഒരു ആചാര്യനാണ്, അങ്ങനെ ഒരു ചിന്ത വില്ലുമംഗലത്തിന് വന്നിരുന്നു. അപ്പോൾ ഭഗവാന്റെ ഭക്തനായ വില്ലുമംഗലത്തിന് അങ്ങനെ ചിന്ത വരാൻ ഭഗവാൻ സമ്മതിക്കുമോ? എല്ലാവരുടെ കാര്യം അങ്ങനെയാണ്. അതായത് നമ്മൾ ഭഗവാനെ സ്നേഹിച്ച് കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഭഗവാൻ തിരിച്ച് വിളിച്ചിരിക്കും. അത് 100% ഉറപ്പാണ് കേട്ടോ. അങ്ങനെ വില്ലുമംഗലത്തിനെയും ആ ഒരു വഴി തെറ്റിൽ നിന്ന് തിരിച്ചു വിടാനായിട്ട് ഭഗവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ വില്ലുമംഗലത്തിന് ഒരു ദിവസം കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ള പൂജകളൊക്കെ ചെയ്യണ ഒരാളാണല്ലോ. അങ്ങനെ അന്നത്തെ ദിവസം കുറൂരമ്മയുടെയും ക്ഷണം ഉണ്ടായിരുന്നു, വേറൊരു വലിയ വീട്ടുകാരുടെയും ഒരു ക്ഷണം ഉണ്ടായിരുന്നു, അവിടെ പൂജ നടത്താനായിരുന്നു. അങ്ങനെ വില്ലുമംഗലം ഇങ്ങനെ ചോദിക്കും, ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ട്? അപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ പോവാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു സ്ഥലത്തെ അന്നത്തെ ദിവസം പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെ പോകണമെന്ന് ആലോചിക്കുമ്പോൾ കുറൂരമ്മയുടെ വീട്ടിൽ പോകണ്ട, അത് എപ്പോഴെങ്കിലും പോയാൽ മതിയല്ലോ. പക്ഷേ മറ്റേ വീട്ടിൽ കുറച്ച് വലിയ വീടാണല്ലോ, അവിടെ അവരെ ഉപേക്ഷിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ആ വീട്ടിൽ പോയി ഇങ്ങനെ പൂജയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പൂജ ചെയ്ത അവസാന സമയത്ത് പൂജ ചെയ്യുമ്പോൾ അതിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടണമല്ലോ, എന്നിട്ട് ആ നിവേദ്യം സ്വീകരിക്കണമല്ലോ. വില്ലുമംഗലത്തിലാണെങ്കിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടോ ഇല്ലേ എന്ന് കാണാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ വില്ലുമംഗലത്തിൽ ഒന്നും കാണുന്നില്ല, ഭഗവാനെ കാണുന്നില്ല. വില്ലുമംഗലം ഇങ്ങനെ വിളിക്കുകയാണ്, എന്താണ് ഞാൻ പൂജ ചെയ്തിട്ട് വരാത്തത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. ഒരുപാട് വിളിച്ചിട്ടും ഭഗവാൻ വരുന്നില്ല. അങ്ങനെ വില്ലുമംഗലം ഇങ്ങനെ കരയാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക കേട്ടോ. അങ്ങനെ നിവേദ്യം കൊടുക്കാൻ നോക്കുമ്പോൾ ഭഗവാന്റെ ദേഹത്താകെ കരി. അപ്പോൾ വില്ലുമംഗലം നിവേദ്യം കൊടുത്തതിന് ശേഷം ചോദിക്കും, എന്താണത് ദേഹത്താകെ കരി? ഭഗവാന്റെ ഇത്രയും മനോഹരമായ മുഖം കാണാനല്ലേ എല്ലാവരും കൊതിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ ഭഗവാൻ ഈ അതായത് കുറൂരമ്മയുമായി നടന്ന ആ ലീലകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വില്ലുമംഗലം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഓ ഭഗവാൻ ഇത്രയും പ്രിയപ്പെട്ട ഭക്തയായിരുന്നു കുറൂരമ്മ. ഇന്ന് എനിക്ക് കുറൂരമ്മയുടെ ക്ഷണം ഉണ്ടായിരുന്നല്ലോ, ഞാൻ പോവാതിരുന്നത് എത്ര മോശമായി പോയി എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ പറയാതെ പറയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കുറൂരമ്മയാണ് എന്നത്. അങ്ങനെ വില്ലുമംഗലം ഇങ്ങനെ ആ കുറൂരമ്മയുടെ വീട്ടിൽ പോയിട്ട് പൂജ ചെയ്യാണ് ഒരു ദിവസം. അങ്ങനെ പൂജ ചെയ്യുമ്പോൾ ഭഗവാൻ ഇങ്ങനെ പൂക്കളിങ്ങനെ അർപ്പിക്കുമല്ലോ. പൂക്കളിങ്ങനെ അർപ്പിക്കുമ്പോൾ വില്ലുമംഗലത്തിനൊക്കെ കാണാം കേട്ടോ, ഭഗവാനെ നേരിട്ട് കാണാനൊക്കെ പറ്റും. അപ്പോൾ നോക്കുമ്പോൾ ആ അർപ്പിക്കണ പൂക്കൾ അവിടെയുണ്ട്, പക്ഷേ മറ്റൊരു സ്ഥലത്തേക്കാണ് അത് വീഴുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അത് കുറൂരമ്മയുടെ കൂടെ ആ സഹായിയായി നിന്ന ഉണ്ണിയില്ലേ, ഉണ്ണിയുടെ കാലിൻ്റെ അവിടേക്കാണ് ഈ പൂക്കളൊക്കെ വീഴുന്നത്. അപ്പോൾ ആദ്യം വില്ലുമംഗലത്തിന് സംശയം തോന്നും കേട്ടോ, ഇതെന്താണ് ഈ വെറും ഒരു കുട്ടിയുടെ കാലിലേക്ക് ഭഗവാൻ അർപ്പിക്കുന്ന പൂക്കളൊക്കെ വീഴുന്നത്, അങ്ങനത്തെ സംശയം വരും. പിന്നെ ഇങ്ങനെ ഒന്നുകൂടി നോക്കുമ്പോൾ പിന്നെയാണ് വില്ലുമംഗലത്തിന് ശരിക്ക് കാണാൻ പറ്റി, അത് സാക്ഷാൽ ഭഗവാനാണ്. അപ്പോൾ വില്ലുമംഗലത്തിന് ഏകദേശം എല്ലാം മനസ്സിലായി. അതായത് കുറൂരമ്മയെ സഹായിക്കാൻ ഇങ്ങനെ കൂടെ നിൽക്കുന്നത് സാക്ഷാൽ ഭഗവാനാണെന്ന് മനസ്സിലാകും. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറയൂട്ടോ, കുറൂരമ്മയോട് പറയരുത്, ഞാൻ എൻ്റെ കാര്യം പറയരുതെന്ന് പറയും. അപ്പോൾ വില്ലുമംഗലം ഒന്നും മിണ്ടില്ല. വില്ലുമംഗലം കുറൂരമ്മയോട് പറയില്ല ഈ സഹായി ഭഗവാനാണെന്നൊന്നും പറയില്ല. അങ്ങനെ വീണ്ടും ഒരുപാട് കാലം നമ്മുടെ കുറൂരമ്മ അങ്ങനെ ജീവിക്കുകയാണ്.
കുറൂരമ്മ ഈ ഉണ്ണിയുമായി പിന്നെയും ഒരുപാട് ലീലകളൊക്കെ ആടുന്നുണ്ട് കേട്ടോ. ഭഗവാനാണെങ്കിൽ ലീലകളാടുന്നത് എത്ര പ്രിയപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറൂരമ്മയും കുറേയൊക്കെ ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ കുറൂരമ്മയുടെ അവസാന ദിവസം എത്തുകയാണ്. അന്ന് പതിവ് പോലെ തന്നെ കുറൂരമ്മ പൂജയൊക്കെ ചെയ്തതിന് ശേഷം ഉണ്ണിയുടെ മടിയിൽ ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ കുറൂരമ്മ ഇങ്ങനെ ഉണ്ണിനോട് ഇങ്ങനെ പറയും, എനിക്ക് എൻ്റെ ജീവിതം അവസാനിക്കാനുള്ള സമയമായല്ലോ ഉണ്ണി, എനിക്കിനി വയ്യ, തീരെയും വയ്യ. ഞാൻ മരിച്ചു പോയാൽ നീ എങ്ങനെ ജീവിക്കും? കാരണം കുറൂരമ്മയുടെ മനസ്സിൽ ഇത് ഭഗവാനാണെന്നൊന്നുമില്ല. ഒരു കുട്ടി തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ കുറൂരമ്മ ഇങ്ങനെ വിഷമിക്കുകയാണ് ഉണ്ണീനെ ആലോചിച്ചിട്ട്. ഉണ്ണി ഇനി എന്ത് ചെയ്യും ഞാൻ മരിച്ചു പോയാൽ എന്നിട്ട് ഇങ്ങനെ അവസാന സമയത്ത് അതന്നെ വിഷമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അവസാനത്തെ സമയത്ത് ഭഗവാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, ശരിയായ രൂപം കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു സെക്കൻഡ്, ഇത്രയും കാലം തൻ്റെ ഒപ്പം തന്നെ സഹായിച്ച് ലീലകളാടി താൻ ചീത്ത പറഞ്ഞത് സാക്ഷാൽ ഭഗവാനാണെന്ന് കുറൂരമ്മ ആ ഒരു നിമിഷ നേരത്തേക്ക് തിരിച്ചറിയാണ്. കുറൂരമ്മയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട്. അങ്ങനെ കുറൂരമ്മ മരിച്ചു പോവാണ്. ഭഗവാനാണ് എന്ന് കുറൂരമ്മ മരിക്കുന്നതിന് മുമ്പ് അറിഞ്ഞു കേട്ടോ. അങ്ങനെ കുറൂരമ്മ മരിച്ചതോടുകൂടി ആ ഒരു ഇല്ലം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയാണ്. അങ്ങനെ ഭഗവാന് പ്രത്യക്ഷ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് ഈ കുറൂരമ്മയുടെ ഇല്ലം ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഭഗവാന്റെ അവിടുത്തെ പ്രത്യക്ഷ സാന്നിധ്യം കണ്ടുപിടിച്ച് അവിടെ അമ്പലമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഭഗവാന്റെ പരമഭക്തയായ കുറൂരമ്മയുടെ കഥ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കാവും. പക്ഷേ ഇവിടെ കുറൂരമ്മ ചെയ്തതുപോലെ അതിലെല്ലാം ഒരു ആശ്രയമായി ഭഗവാനെ നാം കാണണം. അതാണ് നമുക്ക് കുറൂരമ്മയുടെ കഥയിൽ നിന്ന് മനസ്സിലാവുക. ഭഗവാൻ തീർച്ചയായും നമ്മുടെ ആ ഒരു ഭക്തി ഒരിക്കലും കാണാണ്ടിരിക്കില്ല. ഭക്തൻ്റെ കൂടെ ഇറങ്ങി പോകുന്ന ഒരാളാണ് ഭഗവാൻ എന്ന് പറയുന്നത് അറിയില്ലേ? അതുപോലെ തന്നെ തീർച്ചയായും സാധിക്കും. എല്ലാവർക്കും കുറൂരമ്മയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ തന്നെ അതറിയുന്നവർ കമൻറ്റിലിടാൻ ശ്രമിക്കണേ. നന്ദി.